തിരുവനന്തപുരം സ്വദേശിയായ ഷിബു ജോർജ് എന്ന മിഷണറി പ്രവർത്തകന്റെ അനുഭവ സാക്ഷ്യം. അപ്രതീക്ഷിതമായി വന്നുഭവിച്ച വാഹനാപകടത്തിൽ നിന്നും ദൈവം വിടുതൽ നൽകിയ ഓർമ്മകൾ. ഉറക്കം നഷ്ടപ്പെട്ട രാവുകളിൽ യേശുവിൻ്റെ കരസ്പർശം അനുഭവിച്ചറിഞ്ഞ നാളുകൾ ഓർത്തെടുക്കുകയാണ് ഷിബു ജോർജ്. എൻ്റെ വിദ്യാഭ്യാസ ജീവിതത്തിൽ വീട്ടിൽ നിന്ന് എൻ്റെ പപ്പ ഒരു മദ്യപാനിയായ ഒരു വ്യക്തിയാണ്. അപ്പോൾ പഴയ കാലഘട്ടത്തിൽ വളരെ സമാധാനമില്ലാത്തൊരവസ്ഥയിലായിരുന്നു ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. മറ്റുള്ള കുട്ടികൾക്ക് ലഭിക്കുന്ന സ്നേഹമോ സന്തോഷമോ കരുതലോ ഒന്നും ലഭിച്ചിരുന്നില്ല. പപ്പ ഒരു നാട്ടുപുറത്തുകാരനായിരുന്നതുകൊണ്ട് ആ രീതിയിൽ സ്ട്രിക്റ്റായിട്ടാണ് ഞങ്ങളെ വളർത്തിയിരുന്നത്. ചെറിയ തെറ്റിന് പോലും നല്ല രീതിയിൽ ശിക്ഷിക്കുന്ന ഒരു പ്രവണതയുണ്ടായിരുന്നു. മനസ്സാകപ്പാടെ തകർന്നൊരു അനുഭവത്തിലായിരുന്നു ഞാനങ്ങനെ. എൻ്റെ 8ാം സ്റ്റാൻഡേർഡ് വിദ്യാഭ്യാസത്തിൽ ഞാൻ നാടുവിട്ടു പോകാനിടയായിത്തീർന്നു. അങ്ങനെ ലോകത്തിൻ്റെ പല കൂട്ടുകെട്ടിലകപ്പെട്ടു. ഞാനങ്ങനെ സമാധാനത്തിന് വേണ്ടി ഞാൻ മദ്യത്തിലും കഞ്ചാവിലും മറ്റുള്ള ലോകപരമായ എല്ലാത്തിലും ഞാൻ ആശ്രയിച്ചു. വർഷങ്ങളോളം അതിൻ്റെ പിന്നാലെ നടന്നു. പല കൂട്ടുകെട്ടുകളിലൂടെ അകപ്പെട്ടു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, മോർണിംഗ് ഷോ തൊട്ട് സെക്കൻഡ് ഷോ വരെ, അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ആ സിനിമകൾ ഞാൻ സമാധാനം കണ്ടെത്തുവാനായിട്ട് ശ്രമിച്ചു. പക്ഷെ അതിനൊന്നും എനിക്ക് സമാധാനം തരാൻ കഴിഞ്ഞില്ല. അങ്ങനെ എൻ്റെ ജീവിതം വളരെ പാപമംഗലമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒന്നുകിൽ മരിക്കണം അല്ലെങ്കിൽ ജീവിക്കണം. അങ്ങനെ മരിക്കുവാനായിട്ട് ഞാൻ 2-3 പ്രാവശ്യം ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഇരിക്കെ ഞാൻ എറണാകുളം ജില്ലയിൽ ഒരിടത്ത് ഞാനൊരു ജോലിക്ക് കയറി, സർവീസ് സെൻറ്ററിൽ. അവിടെ നിന്ന് ഞാൻ അങ്കമാലിയിലേക്ക് സിനിമയ്ക്ക് വരുവാനായിട്ട് സൈക്കിൾ യാത്ര പുറപ്പെട്ടപ്പോൾ 1999 ജൂലൈ 8-ാം തീയതി എനിക്കൊരു ആക്സിഡൻറ്റ് സംഭവിക്കാനുണ്ടായി. അതിൻ്റെ ജീവിതത്തെ വളരെ മാറ്റിമറിക്കുന്നൊരു അനുഭവമായിരുന്നു. ഡോക്ടർമാർ പറഞ്ഞു ഞാൻ മരിച്ചു പോകുന്നതൊക്കെ പറഞ്ഞു. പക്ഷേ എങ്ങനെയോ അവർ എൻ്റെ അഡ്രസ്സ് തപ്പി പിടിച്ചു. എൻ്റെ നാട്ടിലേക്ക് അവർ സന്ദേശം അയച്ചു. അവിടെ നിന്നും എൻ്റെ അളിയൻ ദൈവഭാഗത്തു നിന്നൊരു വ്യക്തിയായിരുന്നു, എൻ്റെ സഹോദരിയും അളിയനും. അവർ ഈ വിഷയം അറിഞ്ഞു. അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. അവർ ലവ് ആർമി ക്രൂസൈഡിലുമായിട്ട് ബന്ധപ്പെട്ടു. അവർ എല്ലാവരും ദേവദാസന്മാർ ഒരുപാട് പേർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരുടെ പ്രാർത്ഥനയുടെ ഫലമായി ദൈവം എനിക്ക് ജീവനെ മടക്കി നൽകി. അവിടുത്തെ ട്രീറ്റ്മെൻറ്റെല്ലാം കഴിഞ്ഞു. എൻ്റെ ഈ ബാക്കിലെ കഴുത്തിലൊക്കെ പൊട്ടിപ്പോയി. 10-28 തയ്യൽ തലയ്ക്ക് തന്നെ ഉണ്ട്. ദൈവത്തിൻ്റെ കൃപയാൽ എന്നെ വിടുവിച്ചു. ദൈവം പ്രവർത്തിച്ചു. ദൈവം എന്നെ സൗഖ്യമാക്കി. എനിക്കറിയത്തില്ലായിരുന്നു ദൈവം എന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്നു എന്ന്. ഞാൻ പാപിയായിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ കരുതിയിട്ടുണ്ട്. അപകടങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നെല്ലാം ദൈവം എന്നെ കരുതി. ആ അപകടത്തിൽ നിന്നെല്ലാം ദൈവം എന്നെ അത്ഭുതകരമായിട്ട് വിടുവിച്ചു. ദൈവം എന്നെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ആയിരിക്കാൻ ദൈവം എന്നെ സഹായിച്ചു. അതിനുശേഷം ഞാൻ കർത്താവിൻ്റെ വേലക്കാരുമായി ചേർന്ന് കർത്താവിൻ്റെ വേലയിൽ തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദൈവിക ശുശ്രൂഷയ്ക്കായി കടന്നുപോയി. ദൈവം എന്നെ അധികമായി സ്നേഹിച്ചു. 2000-ൽ ദൈവം എനിക്കൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്യാൻ ദൈവം എന്നെ സഹായിച്ചു. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യാൻ ദൈവം എനിക്ക് സഹായിച്ചു. ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങൾ വിവാഹിതരായി. വർഷങ്ങൾക്ക് ശേഷം ദൈവം ഞങ്ങൾക്കൊരു കുഞ്ഞിനെ നൽകി. ദൈവത്തോട് ചോദിച്ച് കർത്താവ് എനിക്കൊരു ആൺകുഞ്ഞിനെ നൽകണമെന്ന് ദൈവത്തോട് പറഞ്ഞു. ദൈവം എനിക്കൊരു ആൺകുഞ്ഞിനെ നൽകി. പക്ഷേ ജനിച്ച സമയത്ത് കുഞ്ഞിന് വാൽവിൽ തകരാറുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ദൈവത്തോട് ചോദിച്ചത് കർത്താവ് എനിക്ക് ഊനമില്ലാത്തൊരു കുഞ്ഞിനെ തരണമെന്നാണ് ഞാൻ ദൈവത്തോട് ചോദിച്ചത്. പക്ഷേ ജനിച്ച സമയത്ത് എൻ്റെ മനസ്സിൽ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഞാൻ അങ്ങനോട് ഊനമില്ലാത്ത കുഞ്ഞിനാണല്ലോ ചോദിച്ചത്. ഈ ഊനത്തെ മാറ്റാൻ അങ്ങേ കഴിയും. അങ്ങ് എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കണം. കർത്താവിൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കി. പിരുന്ന ഡോക്ടർമാർ വന്നു. അവരൊക്കെ എടുത്ത് ചികിത്സ നോക്കിയിട്ട് പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങൾക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. കർത്താവിൻ്റെ കൃപയാൽ ഇന്ന് എൻ്റെ മകന് 23 വയസ്സുണ്ടോ. ഈ വാൽവിൻ്റെ തകരാറിൽ അവനൊരു മെഡിസിൻ കൊടുക്കുവാനോ വേറെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനോ ദൈവം ഇതുവരെ അനുവദിച്ചിട്ടില്ല. അവൻ ആരോഗ്യത്തോടെ ആയിരിക്കുന്നു. അവൻ പഠിക്കുന്നു. അതിനിടയ്ക്ക് ദൈവം എൻ്റെ ജീവിതത്തിൽ എൻ്റെ മാതാപിതാക്കളെ സ്നേഹിക്കുവാൻ, എൻ്റെ സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ, എന്നെ വരുത്തിരുന്നവരെ സ്നേഹിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. യേശുവിൻ്റെ സ്നേഹം ഒരു ഭവനക്കൂട്ടായ്മയിലൂടെ ഞാൻ തിരിച്ചറിയുന്നത്. എൻ്റെ വലിയമ്മയുടെ ഭവനത്തിൽ ഈ ഭവനക്കൂട്ടായ്മ ഉണ്ടായിരുന്നു. എൻ്റെ അളിയനാണ് അത് നടത്തിക്കൊണ്ടിരുന്നത്. ആ കൂട്ടായ്മയിൽ വെച്ച് എന്നെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു ദൈവദാസൻ, എന്നെ അതുവരെ കണ്ടിട്ടില്ലാത്ത, എൻ്റെ ബാക്ക്ഗ്രൗണ്ടെന്ന് പറഞ്ഞുകൂടാത്ത ഒരു ദൈവദാസൻ, സാമുൽ സാർ എന്ന് പറയും. അദ്ദേഹം ഇന്ന് ഈ ലോകത്തിലില്ല. അദ്ദേഹം ഈ ലോകം വിട്ടെടുക്കപ്പെട്ടു, കർത്തൻ്റെ സന്നിധിയിലായിരിക്കുന്നു. ആ വ്യക്തിയിലൂടെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, സഹോദരൻ, നീ ദൈവത്തിൽ വിശ്വസിച്ചാൽ യേശു നിൻ്റെ സകല പ്രശ്നങ്ങളിൽ നിന്ന് നിന്നെ വിടുവിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. ഞാൻ വന്നത് വേറൊരു ഉദ്ദേശത്തിനാണ് ഞാൻ അവിടെ വന്നത്. എന്നെ എതിർക്കുന്നവരെ, എനിക്കെതിരെ നിൽക്കുന്നവരെ കൊല്ലണമെന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ഞാൻ വന്നത്. ആ വാക്കെൻ്റെ ഉള്ളിലുണ്ട്. ഈ ദൈവദാസൻ പറഞ്ഞ വാക്കെൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഞാൻ ആ കൂട്ടായ്മയിൽ നിന്ന് ഞാൻ എന്ത് തീരുമാനിക്കണമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അവസാനം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു,
കർത്താവ് ഞാൻ എന്ത് ചെയ്യണം? ദൈവത്തോട് തന്നെ ചോദിച്ചു. എൻ്റെ ഹൃദയത്തെ യേശുവിനായിട്ട് കൊടുക്കുവാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി എൻ്റെ ഹൃദയത്തെ കൊടുത്തു. ആ ദിവസം വരെ, എൻ്റെ തലയ്ക്കും ദിവസം വരെ രാത്രിയിൽ 1 മണിക്കൂർ പോലും ഉറങ്ങാൻ കഴിയാതിരുന്ന എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ ഹൃദയത്തെ ഞാൻ യേശുവിന് വേണ്ടി പങ്കുവെച്ചപ്പോൾ, യേശുവിന് വേണ്ടി കൊടുത്തപ്പോൾ, യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ എനിക്കതിൽ ലഭിക്കാത്ത സമാധാനം, സിനിമയ്ക്ക് തരാൻ കഴിയാത്ത സമാധാനം, മദ്യത്തിന് തരാൻ കഴിയാത്ത സമാധാനം, മയക്കുമരുന്നിനും കഞ്ചാവിന് തരാൻ കഴിയാത്ത സമാധാനം, ഈ ലോകത്തെ മ്ലേച്ഛതകൾക്ക് തരാൻ കഴിയാത്ത സമാധാനം യേശുവിൻ്റെ ആ കരസ്പർശത്തിലൂടെ എനിക്ക് ലഭിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ചില നാളുകൾക്ക് ശേഷം ഞാൻ എന്ത് കാര്യത്തിന് വേണ്ടി വന്നു അത് വീണ്ടും എൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ പിശാച് കൊണ്ടുവരാൻ ഇടയായി തീർന്നു. ഒരാളെ കൊല്ലണം എന്നുള്ള ഒരു ചിന്ത വീണ്ടും എൻ്റെ ഉള്ളിലേക്ക് വന്നു. പക്ഷേ ദൈവം അവിടെ എന്നെ വിടുവിച്ചു. ആ ഒരു മഹാപാതകം ചെയ്യാൻ ദൈവം അനുവദിച്ചില്ല. ദൈവത്തിൻ്റെ വേലയിലേക്ക് ദൈവം എന്നെ ഇവിടെ നിന്ന്, ദൈവത്തിൻ്റെ ശുശ്രൂഷകരുമായിട്ട് ദൈവം എന്നെ തമിഴ്നാടിൻ്റെ വിവിധ ഭാഗത്തിലേക്ക് ദൈവിക ശുശ്രൂഷയ്ക്കായി എന്നെ കൊണ്ടുപോകാനിടയായി തീർന്നു. ആ ദൈവത്തിൻ്റെ സ്നേഹം ഞാൻ കൂടുതലായിട്ട് അറിഞ്ഞത് ഈ പോത്തങ്കോട് ആ ഭവനക്കൂട്ടായ്മയിൽ പ്രസംഗിച്ച ദേവദാസനായ സാമുൽ സാറിലൂടെയാണ്. അദ്ദേഹം എന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എന്നെ ചില നാളുകളിൽ പോഷിപ്പിച്ചു. അവിടെ നിന്ന് എനിക്ക് കാപ്പി കുടിക്കുവാനും ചോറ് കഴിക്കാനൊക്കെ എനിക്ക് പൈസ തരുമായിരുന്നു, അവിടെ വീട്ടിലൊന്നും വെച്ചിട്ടില്ല എങ്കിൽ. അപ്പോൾ ഞാൻ അവിടെ ഒരു കൺവെൻഷൻ യോഗം നടക്കുന്ന സമയത്ത് എന്നോട് അതിനെ ക്രമീകരിക്കാനായിട്ടൊക്കെ അദ്ദേഹം പറഞ്ഞു. അതിൻ്റെ കൂടെയൊക്കെ ഒന്ന് ഞാൻ ക്രമീകരിക്കുമായിരുന്നു. പക്ഷേ ആ യേശുവിൻ്റെ സ്നേഹം ഞാൻ ആദ്യം അനുഭവിച്ചിരുന്നു എങ്കിലും ആ പുകവലി എന്നെ വിട്ട് പോയിട്ടില്ലായിരുന്നു. അങ്ങനെ ഓഗസ്റ്റ് 3-ാം തീയതി അദ്ദേഹം എനിക്ക് തന്ന സാമ്പത്തികം നിന്ന് ഞാൻ കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി ഞാനൊരു സിഗരറ്റ് വാങ്ങി കൺവെൻഷൻ ഗ്രൗണ്ടിൽ ബെഞ്ചൊക്കെ പിടിച്ചിട്ടിട്ട് ഞാൻ വെളിയിൽ വന്ന് ഈ സിഗരറ്റ് കത്തിച്ച് ഇങ്ങനെ വലിച്ചിട്ട് സിഗരറ്റ് ഇങ്ങനെ കളഞ്ഞപ്പോൾ ഈ ദേവദാസൻ പറഞ്ഞതൊന്നും ഞാൻ കണ്ടില്ല. അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചിട്ട് എന്നോട് ഇങ്ങനെ ചോദിച്ചു, ബ്രദർ എന്തൊക്കെയുണ്ട് വിശേഷം? സാധാരണ ഒരു വ്യക്തിയുടെ വീട്ടിൽ നാം നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പരിപാലനത്തിൽ നിൽക്കുമ്പോൾ, നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ആ വ്യക്തികൾ നമ്മെ ശാസിക്കും, ആ വ്യക്തി നമ്മെ വഴക്ക് പറയും. പക്ഷേ ആ വ്യക്തി എന്നെ കെട്ടിപ്പിടിച്ചതിനോട് ചോദിച്ച കാര്യം ഇങ്ങനെയാണ്. സാമുൽ സാറിനെ കെട്ടിപ്പിടിച്ച് ചോദിച്ചതാണ്, ബ്രദർ എന്തൊക്കെയുണ്ട് വിശേഷം? ആ വ്യക്തിയുടെ കരസ്പർശനത്തിലൂടെ അനുഭവിച്ച യേശുവിൻ്റെ സ്നേഹം എൻ്റെ ജീവിതത്തെ അന്ന് പൂർണ്ണമായി മാറ്റുവാനിടയായി തീർന്നു. എൻ്റെ ജീവിതത്തെ ഞാൻ യേശുവിനോട് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തു. എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ വിങ്ങിപ്പൊട്ടി. കർത്താവ് എന്നെ വീണ്ടും സ്നേഹിച്ചു. കർത്താവിനെ അന്ന് അവിടെ വെച്ച് സ്വീകരിപ്പാൻ ദൈവം എന്നെ സഹായിച്ചു. അതിന് ശേഷമാണ് ഞാൻ തമിഴ്നാടിൻ്റെ വിവിധ ഭാഗത്ത് കർത്താവിൻ്റെ വേലയിലേക്ക് പോകാൻ ദൈവം അനുവദിച്ചത്. അവിടെ തമിഴ്നാട്ടിലെ വിവിധ വില്ലേജുകളിൽ, ഏകദേശം 43 വില്ലേജുകളിൽ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. അതിനുശേഷമാണ് എൻ്റെ വിവാഹത്തിലേക്ക് ദൈവം എന്നെ കൊണ്ടുവന്നത്. 2000 നവംബർ 2-ാം തീയതിയായിരുന്നു എൻ്റെ വിവാഹം. ദൈവത്തെ അറിഞ്ഞൊരു കുട്ടിയെ ദൈവം എനിക്ക് വിവാഹം ചെയ്യുവാൻ ദൈവം ഇടയാക്കി. അത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കുഞ്ഞിന് കൊടുത്ത ദൈവസൗഖ്യം അവിടെ നിന്ന് ഇതുവരെയും ദൈവം എന്നെ അത്ഭുതകരമായിട്ട് നടത്തുന്നു. ഇതിനിടയ്ക്ക് ജീവിതത്തിൽ പലവിധമായ പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയി, പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. എൻ്റെ ജീവിതം ഒരു മ്ലേച്ഛകരമായ രീതിയായിരുന്നു. പക്ഷേ എന്നെ വെറുത്തിരുന്നവരെല്ലാം ഞാൻ ദൈവത്തിൻ്റെ മകനായി തീർന്നതുകൊണ്ട്, ദൈവത്തിൻ്റെ ശുശ്രൂഷകനായി തീർന്നതുകൊണ്ട്, ദൈവം എന്നെ സ്നേഹിച്ചതുകൊണ്ട് മറ്റുള്ളവർ എന്നെ സ്നേഹിപ്പാൻ ഇടയായി തീർന്നു. എന്നെ പേരുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ദൈവനെ വിടിച്ചു. ആ ഭവനക്കൂട്ടായ്മയിൽ ഞാൻ കേട്ട ദൈവത്തിൻ്റെ ശബ്ദം, നീ യേശുവിൽ വിശ്വസിച്ചാൽ യേശു നിൻ്റെ സകല പ്രശ്നങ്ങളിൽ യേശു നിന്നെ വിടുവിക്കുമെന്ന് പറഞ്ഞ ആ ദൈവിക ശബ്ദം, ആ ദൈവിക വാഗ്ദത്തം എൻ്റെ ജീവിതത്തിൽ കർത്താവ് നിറവേറ്റി. ഇന്ന് വരെ ആ കർത്താവിനെ അറിഞ്ഞ സമയം മുതൽ ഈ ദിവസം വരെ ദൈവം എന്നെ അതിശയകരമായിട്ട് ദൈവം എന്നെ നടത്തുന്നു, ദൈവം എന്നെ പരിപാലിക്കുന്നു. ഞാനും കുടുംബമായി, എനിക്ക് 2 മക്കളുണ്ട്. ഇളയ മകൾ സോന, അവൾ +2 പഠിക്കുന്നു. ഭാര്യ ഹൗസ് വൈഫാണ്. ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. കർത്താവ് വയ്ക്കുന്ന ഇടത്തെല്ലാം ഞങ്ങൾ പോകുന്നു. ഞങ്ങൾ അതിനുശേഷം ഇവിടെ നാട്ടിൽ വന്നു. കർത്താവിൻ്റെ ചർച്ച് മിനിസ്ട്രിയിൽ ഞങ്ങൾ വർഷങ്ങളോളം ഞങ്ങൾ പ്രവർത്തിക്കാനിടയായി തീർന്നു. മുന്നണക്കുഴി, പന്തലക്കോട്, ഉറിയക്കോട്, സോലൻ ചർച്ച് ഓഫ് ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിൽ അങ്ങനെ പ്രവർത്തിപ്പാനിടയായി തീർന്നു. അതിനുശേഷം CSI സഭയുമായിട്ടൊരു ബന്ധത്തിൽ മിഷൻ പ്രൊമോട്ടറായിട്ട് പ്രവർത്തിപ്പാൻ ഇടയാക്കി തീർന്നു. മിഷണർമാരുടെ ഉദ്ധാരണത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും CSI സഭയുടെ സഭാ ശുശ്രൂഷനായി പ്രവർത്തിപ്പാനും ദൈവം എന്നെ കൃപയാൽ സഹായിച്ചു. ഇന്ന് കർത്താവിൻ്റെ വേലയിൽ ആര്യനാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവിനെ അറിഞ്ഞിട്ടില്ലാത്ത വ്യക്തികളുടെ ഇടയിലേക്ക് കർത്താവ് അയക്കുന്നു. കർത്താവിൻ്റെ സ്നേഹം പങ്കുവയ്ക്കുവാൻ, കർത്താവ് ചെയ്യുന്ന നന്മകളെക്കുറിച്ച് പറയുവാൻ, കർത്താവ് ഒരുക്കിയിരിക്കുന്ന നിത്യജീവനെക്കുറിച്ച് പറയുവാൻ ദൈവം എന്നെയും എൻ്റെ കുടുംബത്തെയും ഉപയോഗിക്കുന്നു. ഞങ്ങളങ്ങനെ കുടുംബമായിട്ട് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ഞാൻ 1996 തൊട്ട് ഈ കിണറിൻ്റെ വർക്കാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പൗടിക്കോണത്ത് എൻ്റെ അളിയൻ്റെ കൂടെയായിരുന്നു. ജോലി ചെയ്ത് അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. എൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം
ഞങ്ങളൊരു ഗാന്ധിപുരത്തൊരു മരിയറാണി സെൻ്റർ എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഇങ്ങനെ കിണറിൻ്റെ റിങ്ങിൻ്റെ പരിപാടി ചെയ്യുമായിരുന്നു. അങ്ങനെ ആ 8 അടി കിണറിൽ 8 അടി റിങ് ഇങ്ങനെ ഇടിഞ്ഞപ്പോൾ വെച്ച് ഇങ്ങനെ താത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു വലിയൊരു അപകടം അവിടെ സംഭവിച്ചു. ഞങ്ങൾ 4 പേര് കിണറിനകത്തുണ്ട്, 3 പേര് കിണറിൻ്റെ മുകളിലുണ്ട് മണ്ണ് വലിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഉറ വെച്ച് താക്കുന്ന സമയത്ത് ഇതിൻ്റെ പുറത്ത് വെച്ച് ഒരു 10-27 അടി താഴ്ചയുണ്ട്. ബാക്കി ഇങ്ങനെ താഴ്ന്നു പോകുമ്പോൾ ഈ ഇടിഞ്ഞ മണ്ണ് മുകളിലായി. അപ്പോൾ അതെൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞു അത് ഇടിയും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ താഴെ നിന്ന് മേളിൽ കയറുന്ന മണ്ണ് തട്ടിയപ്പോൾ കൂടുതൽ ചോദിച്ചു, ശിവ മണ്ണ് ഇടിയോ എന്നിങ്ങനോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് നമുക്ക് വർക്ക് തീർക്കുകയും വേണം, 2 അടിയോളം കൊത്തിയിരുത്താനുണ്ട്. അപ്പോൾ അത് മണ്ണ് ഇടിച്ചിട്ട് കഴിഞ്ഞാൽ അത് കോരിയ അന്നത്തെ വർക്ക് തീരത്തില്ല. അങ്ങനെ പല പ്രാവശ്യം മനസ്സിൽ പറഞ്ഞു ഇങ്ങനെ മണ്ണ് ഇടിയും എന്ന് പറഞ്ഞു. പക്ഷേ ഞാനത് ഗണ്യമാക്കില്ല. ഞാൻ വീണ്ടും താഴെ വന്നു, ഞാൻ പണി തുടങ്ങിയപ്പോഴത്തേക്ക് മണ്ണിടിഞ്ഞു. കിണറിനകത്തുനിന്ന് ഞങ്ങളിൽ ഒരാളിൻ്റെ പുറത്തുകൂടെ അങ്ങ് വീണു. പുള്ളി മണ്ണിൻ്റെ അടിയിലായി. ഞാൻ ടക്കനെ ആ മണ്ണൊക്കെ മാറ്റി അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. ദൈവം എന്നെ സഹായിച്ചു. ദൈവം പറഞ്ഞത് അപ്പോഴനുസരിച്ചിരുന്നെങ്കിൽ ആ ഒരു അപകടം വരത്തില്ലായിരുന്നു. പക്ഷെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ നമ്മൾ കരയിൽ കയറ്റി, വേറെ ശരീരം ഓടിയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. വേറെ മണ്ണ് വീണ് ആ കമന്ന് വീണതുകൊണ്ട് വേറെ വലുതായിട്ട് പ്രശ്നമൊന്നും ഇല്ലാതെ ദൈവം വിടിവിച്ചു, അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. അതുപോലെ തന്നെ വേറെയും ഇതേപോലെ പല ഒരിടത്ത് രാത്രി ഗാന്ധിപുരത്ത് തന്നെ രാത്രി ഇതുപോലെ റിങ്ങറയ്ക്ക് കൊണ്ടുവന്നൊരു 6:30 മണിയായി. ഉറ വെച്ച് ഒരാളുടെ പുറത്തൂടെ മണ്ണിടിഞ്ഞ് വീണു. കുറ്റാക്കൂരി ഇരുട്ടാണ്. പക്ഷേ ആരും 10-16 പേര് ജോലിക്കാരുണ്ടെങ്കിൽ അവർക്കാർക്ക് ഇറങ്ങാൻ പേടിയായിരുന്നു. പക്ഷേ ദൈവം എന്നെ ആ വ്യക്തിയെ രക്ഷിക്കാനായിട്ട് ഇറക്കി അദ്ദേഹത്തെ കെട്ടി ദൈവം സഹായിച്ചു. അദ്ദേഹത്തെയും ജീവനോടെ ദൈവം മുടക്കി തന്നു. അങ്ങനെ വർക്ക് സൈറ്റിൽ ഇതുപോലെ പല അപകടങ്ങൾ സംഭവിച്ചു. പക്ഷേ ദൈവം അതിൽ നിന്നല്ല, ദൈവം കാത്തു, ദൈവം വിടിവിച്ചു. അങ്ങനെ ഞങ്ങളുടെ കൂടെയുള്ളവരെയൊക്കെ ദൈവം ഇതുവരെ സംരക്ഷിച്ചു. നിർണായകമായ പ്രതിസന്ധികളിൽ ദൈവശബ്ദം കേൾക്കാൻ കാതുകൾ തുറന്നപ്പോൾ ദിവ്യ സമാധാന ജീവിതത്തിലേക്ക് വഴിമാറി ഒഴുകിയ ജീവിത ചിത്രമാണ് ഷിബു ജോർജിൻ്റേത്. ഞാൻ തമിഴ്നാടിൻ്റെ ഭാഗത്ത് ശുശ്രൂഷയ്ക്ക് പോയ കാര്യം പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അവിടെ തെങ്കാശിയിൽ AP നാടാരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനവിടെ പോയത്. സെലസ്റ്റിയൽ മിനിസ്ട്രിയുടെ ബന്ധത്തിലാണ് ഞാനവിടെ പോകുന്നത്. അവിടെ പോകുമ്പോഴത്തേക്ക് ഞാനും ഷാജി ബ്രദർ എന്നൊരു ബ്രദറും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 2 പേരും ചെയ്തത് വില്ലേജിൽ ഞങ്ങൾക്കൊരു മെഡിസിൻ ഇതുണ്ട്. ഇങ്ങനെ രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മെഡിസിൻ കൊടുക്കുക, ഒരു മെഡിക്കൽ സ്റ്റോർ പോലെ. പിന്നെ അവരുടെ കാര്യങ്ങൾ അങ്ങനെ ചെയ്യുക. അങ്ങനെയാണ് അവിടുത്തെ പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ അവിടെ നിന്ന് നേരെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് മിനിസ്ട്രിയുടെ സ്ഥലമുണ്ട്. അവിടെ ഒരു ചെറിയ ചർച്ചുണ്ട്. പിന്നെ അവിടെ നിന്ന് നേരെ അവിടേക്ക് താമസം മാറി. പിന്നെ അവിടെ നിന്ന് നേരെ ഷാജി ബ്രദർ നാട്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് അവിടെയുള്ള വില്ലേജിലുള്ള ശിവനാടാരൂരിലുള്ള മുരിങ്ങാണ്ടിയിലുള്ള 1-2 സുഹൃത്തുക്കൾ എപ്പോഴും എൻ്റെ അടുത്ത് വരുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവരോട് ചേർന്ന് അവരെ കൊണ്ട് സൈക്കിൾ വാടകയ്ക്ക് എടുപ്പിച്ച് അവരുടെ കൂടെയാണ് 43 വില്ലേജുകളിൽ ട്രാക്ട് വിതരണം, പ്രാർത്ഥന ഇങ്ങനെയൊക്കെ പോയിരുന്നത്. അതിൻ്റെ ദൈവത്തിനുള്ളിൽ മറക്കാൻ പറ്റാത്ത അനുഭവം എന്ന് വെച്ചാൽ അവിടെയുള്ള അന്ന് എന്നോട് കൂടെ വന്ന ആ 2 വ്യക്തികൾ കർത്താവിനെ സ്നേഹിച്ചു, കർത്താവിൻ്റെ വേലയിലായി എന്നുള്ളതാണ്. അവർ കർത്താവിനെ സ്നേഹിക്കുന്നു. അവർ കുറച്ച് പേര്, 2 പേര് എൻ്റെ കൂടെ വന്നവർ ആ രീതിയിലായി. അവരുടെ കുടുംബങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നു. അവർ കർത്താവിൻ്റെ വേലയിലാണ്. അവിടുത്തെ ചർച്ചിൽ പോകുന്നു. അവർ കുടുംബമായിട്ട് ജീവിക്കുന്നു. വില്ലേജുകളിൽ പോകുമ്പോഴത്തേക്ക് ചിലയിടത്തുനിന്ന് അതുവരെയും 90% നല്ല അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ചിലയിടത്ത് മാത്രമാണ് പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇന്ന് ആ സ്ഥലങ്ങളിലൊക്കെ കർത്താവിൻ്റെ വേല അതിശക്തമായി വളർന്നു വരുന്നു. പലരും കർത്താവിൻ്റെ വേല അവിടെ ചെയ്യുന്നു. 99-ലാണ് ഞാൻ അവിടെ കടന്നു പോകുന്നത്. പിന്നെ ഇപ്പോൾ ഞങ്ങളുടെ ഒരു സൗകര്യം പ്രവർത്തിക്കുന്ന സ്ഥലത്തിൽ പ്രതികൂലങ്ങളുണ്ട്. അവിടെ ഇപ്പം പണ്ടത്തെ പോലെ ഒന്നും ശുശ്രൂഷ ചെയ്യാനായിട്ട് കഴിയത്തില്ല. വളരെ പ്രതികൂലമുണ്ട്. ചർച്ചിൽ വന്ന വ്യക്തികളെ തന്നെ മറ്റുള്ളവരെ പോകണ്ട എന്ന് പറയുന്ന നിരുത്സാഹപ്പെടുത്തുകയും ഒരു കൂട്ടം കൂടി അവരെ അതിൽ നിന്നൊക്കെ പിന്നോട്ട് വലിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള പ്രതിസന്ധികളും ഇപ്പോഴും ഉണ്ട് ശുശ്രൂഷയുടെ ഭാഗത്ത് അവിടെ. അപ്പോൾ എന്തായിരുന്നാലും ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവം ചെയ്യുന്നു. നമ്മുടെ സുഹൃത്തുക്കൾ, ഞങ്ങളുടെ സഹോദരങ്ങളൊക്കെ അവിടെ നല്ല രീതിയിൽ കർത്താവിൻ്റെ വേലയിൽ അതിശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സുവിശേഷ വേലയുടെ ഭാഗത്ത് ഞാൻ ഈ കൊറോണയ്ക്ക് മുമ്പ് വിദേശ രാജ്യങ്ങളിൽ പോയി ദൈവം എന്നെ സഹായിച്ചു. ഞാൻ അതേ ഖത്തറിൽ പോയ സമയത്ത് അവിടെ ഒരുപാട് ചർച്ചകളിൽ ദൈവം എനിക്ക് മീറ്റിങ്ങുകൾ തന്നു. അങ്ങനെ എനിക്കൊരു പാകിസ്ഥാനി ചർച്ചിൽ പ്രസംഗിക്കാൻ ദൈവം ഒരു അവസരം തന്നു. അവിടെ പ്രസംഗിച്ചതിന് ശേഷം വേറെ 1-2 മീറ്റിങ്ങുകൾ കഴിഞ്ഞൊരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിൽ, പാകിസ്ഥാനി ചർച്ചിൻ്റെ മെമ്പേഴ്സിൻ്റെ വീട്ടിലൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവം എനിക്കൊരു മെസ്സേജ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ വീട്ടിലേക്ക് പോയി. എന്നെ ഒരു സജി പാസ്റ്റർ അവിടെ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്നെ കണ്ടപ്പോഴത്തേക്ക് അവിടുത്തെ പാസ്റ്റർ പറഞ്ഞു എന്നോട് പ്രസംഗിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ വിഷയം അവിടെ പ്രസംഗിച്ച് തീർന്ന് ഞാൻ ഇരുന്ന സമയത്ത് ആ ചർച്ചിലെ ഒരു മെമ്പർ ഒരു പ്രസംഗ വിഷയമായിട്ട് എൻ്റെ അടുത്ത് വന്നു. ബ്രദർ, നിങ്ങൾ പ്രസംഗിച്ച വിഷയം ദൈവം എനിക്ക് തന്ന വിഷയമാണ്. ഞാൻ എഴുതിയിരുന്ന അതേ വചനങ്ങൾ, ഞാൻ പ്രസംഗിച്ച അതേ ആശയങ്ങൾ അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ എഴുതി വെച്ചിരുന്നു. അതൊരു വലിയൊരു മിറക്കിളായിരുന്നു. കാര്യം
ജീവിതത്തിൽ ദൈവം രണ്ട് വ്യക്തികളിലൂടെ ഒരേ കാര്യം പറഞ്ഞിരിക്കുക അല്ലെങ്കിൽ ഒരേ കാര്യം എഴുതി വെപ്പിക്കുക എന്ന് പറയുന്നത് ആ കൂട്ടായ്മയ്ക്ക് വേണ്ടുന്ന കാര്യം, അത് അവർക്കും ഒരു അതിശയമായിട്ട് തോന്നി. എൻ്റെ ജീവിതത്തിൽ അതെനിക്കൊരു ദൈവത്തിൻ്റെ സ്നേഹത്തെ ഒത്തുകൂടെ ഒന്ന് ആഴമായിട്ട് അറിയാൻ ദൈവം എന്നെ കൃപയാൽ സഹായിച്ചു. അപ്പോൾ ആ ഒരു അനുഭവം ഉണ്ടായി. പിന്നെ ഇവിടെ തിരുവനന്തപുരത്തേക്ക് നമ്മൾ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത്, കൺവെൻഷനുകൾ ക്രമീകരിക്കുന്ന സമയത്ത് പലയിടത്തും ഞങ്ങൾ നോട്ടീസ്, ട്രാക്ട് കൊണ്ടുപോകാറുണ്ട്. ചില വ്യക്തികൾ കൈനീട്ടി വാങ്ങിയിട്ട് എൻ്റെ മുഖത്തിന് നേരെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ യേശുവിൻ്റെ സ്നേഹം എന്നിലുള്ളതുകൊണ്ട് ഒന്നും പ്രതികരിക്കാനും ഞാൻ പോയിട്ടൊന്നുമില്ല. സുവിശേഷ വേലയുടെ ഭാഗത്ത് പല പ്രതികൂലങ്ങൾ, പല പ്രതിസന്ധികൾ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പല പരാജയങ്ങളും അത് ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. പലരും ഞങ്ങളെ വിമർശിച്ചത്, പലരും ഞങ്ങളെ എതിർത്തത്. പക്ഷേ ഇന്ന് അവരൊക്കെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് ആയിത്തീരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇന്നും ദൈവിക കാര്യങ്ങൾ അവർ ഞങ്ങൾക്ക് പങ്കാളികളായിട്ട് കൂടെ നിൽക്കുന്നുണ്ടോ. ഞങ്ങൾ തിരുവനന്തപുരത്തൊരു മീറ്റിംഗ് നടത്തുന്ന സമയത്ത് ഒരു പ്രതികൂലം ഒരു വ്യക്തി എൻ്റെ കയ്യിൽ നിന്ന് ഈ കൺവെൻഷൻ്റെ നോട്ടീസ് വാങ്ങിയിട്ട് ഇങ്ങനെ കയ്യിൽ വാങ്ങിയിട്ട് ആൾക്കാരെല്ലാം കിഴക്കേട്ട് ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കയ്യിൽ വാങ്ങിയിട്ട് നേരെ അത് നോട്ടീസും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നേരെ എൻ്റെ മുഖത്തിന് നേരെ വലിച്ചെറിഞ്ഞു. അതെനിക്ക് വല്ലാത്തൊരു വേദനയുണ്ടാക്കി. പക്ഷേ എങ്കിലും ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ ഈ മീറ്റിംഗ് തരുന്ന ആ വ്യക്തി ദൈവത്തിൻ്റെ സ്നേഹം അറിയണമെന്ന് പ്രാർത്ഥിച്ചു. വേറെ ഒന്നും പ്രതികരിക്കാനൊന്നും പോയില്ല. അതുപോലെ തന്നെ സുഷിയുടെ ഭാഗത്ത് വന്നിട്ട് പല പ്രതികൂലങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളെ വേദനപ്പെടുത്തുന്ന ഒരു അനുഭവത്തിലല്ല. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളിവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഒരാൾ പറയും, നമ്മുടെ ബന്ധുക്കൾ തന്നെ പറയും അവന് വേറെ ജോലിയില്ലേ എന്നൊക്കെ കേൾക്കുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. കൂടെയുള്ള കൂട്ടുവേലക്കാർ നമ്മളെ ഒഴിവാക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. പക്ഷേ ദൈവം എന്നെ സ്നേഹിച്ച സമയത്ത് യെരമ്യാ പ്രവാചക പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യം എങ്ങനെ പറയുന്നുണ്ടോ, ഞാൻ നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുമെന്ന് ഞാൻ നിന്നെ അറിഞ്ഞു, നീ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾ പ്രവാചകനെ നിയമിച്ചിരിക്കുന്നു എന്നൊരു വാക്യം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ആ വചനപ്രകാരമാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. ആ ഒരു വചനവുമായിട്ട് ഇന്ന് അനേക ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്ത, ദൈവത്തിൻ്റെ സ്നേഹം അറിയില്ലാത്തവരുടെ ദൈവം എന്നെ അയക്കുന്നുണ്ടോ. അവരുടെ യേശുവിനെ കുറിച്ച് പറയുന്നുണ്ട്, യേശു എന്നെ സ്നേഹിച്ചതിനെക്കുറിച്ച്, യേശുവിനെ കരുതിയതിനെക്കുറിച്ച്, യേശുവിനെ നടന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ക്രിസ്തീയ ജീവിതം എന്നും ജയത്തിൻ്റെ ജീവിതം മാത്രമല്ല. ജീവിതത്തിൽ നമുക്ക് കഷ്ടതകളുണ്ട്, നമുക്ക് വേദനയുണ്ട്, നമുക്ക് ദുഃഖം വരും. പക്ഷേ ആ ദുഃഖത്തിൽ നമ്മൾ ആഴ്ന്നു പോകാതിരിക്കാൻ ദൈവം നമ്മെ കരുതിക്കൊള്ളും. ദൈവം എന്നോട് പറഞ്ഞിങ്ങനെയാണ്, നീ എന്നിൽ വിശ്വസിച്ചാൽ ഞാൻ നിൻ്റെ സകല പ്രശ്നം ഞാൻ നിന്നെ വിടുവിക്കുമെന്ന് കർത്താവിനോട് പറഞ്ഞിരുന്നു. അതുപോലെ ദൈവം എന്നെ വിടുവിച്ചു. ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് പ്രതിസന്ധികൾ വന്നിട്ടുണ്ട്. ഞാൻ ഈ ക്രിസ്തുവിലേക്ക് ആയിത്തീർന്നപ്പോൾ പിശാച് പല രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും എൻ്റെ ജീവിതത്തിൽ കൊണ്ടിട്ടു. പക്ഷേ അവിടെ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു. പിന്നെ എൻ്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് ദൈവവേലക്കാർ, ഞാനൊക്കെ സുശ്രൂഷ വന്ന സമയത്ത് ഒരുപാട് പേര്, അന്ന് ശോഭിച്ചു തന്ന ഒരുപാട് പേര് ഇന്ന് നമുക്ക് സമൂഹത്തിൽ കാണാനില്ല, അല്ലെങ്കിൽ സുശ്രൂഷയുടെ മേഖല കാണാനില്ല. ഞാൻ ഇതിനെക്കുറിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥന സമയത്ത് എൻ്റെ ഉള്ളിലൊരു ആഗ്രഹമുണ്ട്, ഈ പിന്മാറ്റത്തിലിരിക്കുന്നവർക്ക് വേണ്ടി ഒരു മീറ്റിംഗ് നടത്തണമെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. ദൈവത്തിന് വചനം പറയുന്നത്, നീ മടങ്ങി വന്നാൽ അല്ലെങ്കിൽ മനം തിരിഞ്ഞാൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മളെ അറിയുന്ന ആൾക്കാർ ചിലപ്പോൾ പറയുന്നത്, ദൈവം നിന്നെ ഉപയോഗിക്കത്തില്ല, ദൈവം നിന്നെ ഇനി കരുതത്തില്ല, ദൈവം നിന്നെ സ്നേഹിക്കത്തില്ല, ദൈവം നിന്നെ ഉപയോഗിക്കത്തില്ല എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ ദൈവത്തിലേക്ക് മടങ്ങി വന്നാൽ അല്ലെങ്കിൽ ദൈവത്തിൽ നാം ആശ്രയിച്ചാൽ വാസ്തവമായിട്ട് ദൈവം നമ്മെ വീണ്ടും പണിയും, വീണ്ടും ദൈവത്തിൻ്റെ വേലയിലാക്കി തീർക്കും, വീണ്ടും അത് ശക്തിയോടെ ഇതിൻ്റെ വേല ചെയ്യാനായിട്ട് കഴിയും. കാര്യം മനസാക്ഷിയിൽ അല്ലെങ്കിൽ നമ്മുടെ പുറത്തു നിന്നും പിശാചാണ് നിന്നെ ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല, ദൈവം നിന്നെ തള്ളിക്കളയും എന്നൊക്കെ പറയുന്നത്. പക്ഷേ വിശുദ്ധ വേദപുസ്തകം അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. യേശു നമ്മെ കൈവിടുകയും ഇല്ല, ഉപേക്ഷിക്കുകയുമില്ല. യേശു നമ്മെ കാത്തുകൊള്ളും. നമ്മൾ യേശുവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരണം. കാര്യം മനുഷ്യൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോയാൽ മനുഷ്യൻ ഒരിക്കലും നമ്മളെ ഉൾക്കൊള്ളത്തില്ല. പക്ഷേ യേശുവിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോയാൽ യേശു നമ്മെ ഉൾക്കൊള്ളും. സഭ നമ്മെ ഉൾക്കൊള്ളത്തിലായിരിക്കാം, സംഘടന നമ്മെ ഉൾക്കൊള്ളത്തിലായിരിക്കാം, സഭയിലെ പ്രമുഖന്മാർ നമ്മളെ ഉൾക്കൊള്ളത്തിലായിരിക്കും. പക്ഷേ യേശു ഒരിക്കലും നമ്മെ കൈവിടത്തില്ല. അതിനുദാഹരണം ഞാനാണ്. കാരണം യേശു എന്നെ കൈവിട്ടില്ല. യേശു എന്നെ ഇന്നും സ്നേഹിച്ചിട്ടുള്ളേ ഉള്ളൂ. യേശു ഇന്ന് എന്നെ നടത്തുന്നു. യേശുവിൻ്റെ സ്നേഹം ഞാൻ അനുഭവിക്കുന്നു. യേശുവിൻ്റെ ശബ്ദം ഞാൻ കേൾക്കുന്നു. യേശു പറയുന്നത് ഞാൻ ചെയ്യുന്നു. അത് മാത്രമാണ് എൻ്റെ ജീവിതത്തിലുള്ളത്. ഞാൻ ഇന്നും ദൈവം എന്നെ കുടുംബമായിട്ട് ദൈവം ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇതുവരെ ഞങ്ങൾ നടത്തുന്നു. ഇനി ചോദിക്കും, ബ്രദറെ നിങ്ങൾക്ക് ചോദിച്ചെല്ലാം ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആ ചോദിച്ച എല്ലാ കാര്യങ്ങളും, ഒരു 3 കാര്യം എനിക്ക് ലഭിച്ചിട്ടില്ല. പക്ഷെ അത് ലഭിക്കും എന്നുള്ള പ്രത്യാശയിൽ ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങൾ, അനേകായിരം കാര്യങ്ങൾ ഞാൻ ദൈവത്തിൽ ചോദിച്ചിട്ടുണ്ട്, ദൈവം അതെനിക്ക് തന്നിട്ടുണ്ട്. മറ്റുള്ളവരുടെ കാര്യം ഞാൻ ചോദിച്ചിട്ടുണ്ട്, ദൈവം അതെനിക്ക് തന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ കാര്യത്തിൽ ഒരു 3 കാര്യം ഞാൻ ദൈവത്തിൽ ചോദിച്ചിട്ടുണ്ട്. ദൈവം അത് ആ 3 കാര്യത്തിന് ദൈവം ഒരു പെൻഡിങ് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ദൈവം സമയത്തിന് അതെൻ്റെ കാര്യങ്ങൾ എത്തിക്കും. എനിക്കിന്ന് പൊതുസമൂഹത്തോട്, നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ഇന്ന് മനുഷ്യൻ പല രീതിയിൽ സന്തോഷത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ആനന്ദത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഈ കാര്യത്തിന് വേണ്ടിയിട്ട് ലഹരിയുടെ പിന്നാലെ പോകുന്നൊരു അനുഭവമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു ലഹരിക്കും നമുക്ക് സമാധാനം തരാൻ കഴിയത്തില്ല.
ഒരു ലഹരിക്കും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം തരാൻ കഴിയത്തില്ല. ഒരു ലഹരിക്കും നമ്മുടെ ജീവിതത്തെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ കഴിയത്തില്ല. കാര്യം അതെൻ്റെ അനുഭവമാണ്. ഞാൻ തികഞ്ഞൊരു മദ്യപാനിയായിരുന്നു. ആ മദ്യത്തിന് എനിക്ക് സമാധാനം തരാൻ കഴിഞ്ഞിട്ടില്ല. മയക്കുമരുന്നിനോ കഞ്ചാവിനോ എനിക്ക് സമാധാനം തരാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ മദ്യപാന ആസക്തി എന്ന് വിട്ടുപോയത് ഞാനൊരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയിട്ടല്ല. ഞാനത് വേണ്ട എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധം എൻ്റെ ഉള്ളിൽ ശക്തമായിട്ട് പറഞ്ഞതുകൊണ്ടാണ്, അതിന് ദൈവം എന്നെ സഹായിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. കാരണം എന്നെക്കുറിച്ച് ഞാൻ വളർന്നു വന്ന ദേശത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ തന്നെ പറയും, അവൻ മുമ്പ് ഇങ്ങനെയായിരുന്നു, ഇപ്പോൾ ഇങ്ങനെയാണ്. അതിൽ അവർക്ക് സന്തോഷമുണ്ട്. കാര്യം മറ്റുള്ളവർ പോലും, യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്തവർ പോലും നീ ഇപ്പോൾ ഇങ്ങനെയായാലും ഞങ്ങൾക്ക് സന്തോഷമുണ്ടെന്ന് പറയുന്ന ഒരു അനുഭവത്തിലേക്ക് അവർ പറയുന്നുണ്ട്. ഞാൻ ജോലി ചെയ്ത മേഖലയിലായിരുന്നാലും ചോദിച്ചാൽ പറയും, അവർ പണ്ട് ഇങ്ങനെയായിരുന്നു, പക്ഷേ അവനിപ്പോൾ ഇങ്ങനെയാണ്. അത് എങ്ങനെ സാധിച്ചെന്ന് അവർക്ക് തന്നെ അതിശയമാകുന്ന രീതിയിലാണ് പോകുന്നത്. എനിക്ക് നിങ്ങളോട് യുവജനങ്ങളോട് പറയാനുള്ളത്, കുഞ്ഞുങ്ങളോട് പറയാനുള്ളത്, ഒരിക്കലും ലഹരി നിങ്ങളെ ജീവിതത്തിൻ്റെ വിജയത്തിലേക്ക് എത്തിക്കത്തില്ല. ഒരിക്കലും ലഹരി നിങ്ങളെ പൂർണ്ണ സന്തോഷത്തിലേക്ക് എത്തിക്കത്തില്ല, അല്ലെങ്കിൽ ഭാഗ്യ സന്തോഷത്തിലേക്ക് നിങ്ങളെ എത്തിക്കത്തില്ല. നിങ്ങളുടെ ജീവിതം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചാൽ, നിങ്ങളിപ്പോൾ ലഹരിക്ക് അഡിക്റ്റായിരിക്കാം, നിങ്ങൾക്ക് ലഹരി നിങ്ങളൊരു വിടുതൽ കിട്ടുന്നില്ല എന്ന് നിങ്ങൾ പറയുമായിരിക്കാം, ഇതിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും നിങ്ങൾ ചിന്തിക്കുന്നതായിരിക്കാം. പക്ഷേ ജീവിതം യേശുവെ എന്നെ അങ്ങ് ഏറ്റെടുക്കും. നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നാലും, ഏത് മതാചാരപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നാലും, ഏത് സംഘടനയിലുള്ള ആളായിരുന്നാലും ശരി തന്നെ, നിങ്ങൾക്ക് രക്ഷപ്പെടണം നിങ്ങൾ ആഗ്രഹിച്ചാൽ യേശുവിനോട് ഒരു പ്രാർത്ഥന, യേശുവേ എൻ്റെ ഈ പ്രയാസം നിന്ന് എന്നെ വിടുവിക്കണം, എനിക്കിതിൽ നിന്നൊരു വിടുതൽ വേണം, അങ്ങനെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ യേശു വാസ്തവമായിട്ട് നിങ്ങളെ സഹായിക്കും. എന്നെ സഹായിച്ചത് യേശുവാണ്. ആ യേശു നിങ്ങളെ സഹായിക്കും, നിങ്ങളുടെ ജീവിതം ധന്യമാക്കും. അതുപോലെ കുടുംബജീവിതത്തിൽ പരാജയമെന്ന് പറയുന്നവരുണ്ട്, കുടുംബജീവിതം നല്ലതല്ല എന്ന് പറയുന്നവരുണ്ട്, അല്ലെങ്കിൽ കുടുംബജീവിതം മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ഞാൻ പറയട്ടെ, ആ കുടുംബജീവിതം മൊത്തമായിട്ട് ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ സമർപ്പിക്കുക. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും. ദൈവം നിങ്ങളുടെ കുടുംബജീവിതത്തെ പണിയും. ദൈവം നിങ്ങൾക്ക് അത്ഭുതങ്ങൾ ചെയ്യും. ഞാൻ അനേക കുഞ്ഞുങ്ങൾക്ക് കൗൺസിലിംഗ് കൂടി ചെയ്തിട്ടുണ്ട്. അനേക കുടുംബങ്ങൾ കൗൺസിലിംഗ് ചെയ്യാൻ ദൈവം എന്നെ അനുവദിച്ചിട്ടുണ്ട്. സുഹൃയുടെ ഭാഗത്ത് തകർന്നിരിക്കുന്ന വ്യക്തികളെ ദൈവം നേരെയാക്കിയിട്ടുണ്ട്. ഞാൻ അവരുടെ പേരുകളൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അങ്ങനെ പറയുവാനല്ല. അനേകർ നമ്മൾ ദൈവത്തിലേക്ക് വന്നാൽ, ആ ദൈവത്തിൽ വിശ്വസിച്ചാൽ, ദൈവത്തിൻ്റെ വചനം വായിച്ചാൽ, അതിനൊന്ന് ഉൾക്കൊണ്ടാൽ നമ്മുടെ ജീവിതങ്ങൾ ധന്യമായി തീരും. എന്നെ അനുഗ്രഹിച്ച ദൈവം, എൻ്റെ കുടുംബത്തെ പരിപാലിച്ച ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കും. ആ ഒരു ലഹരിയുടെ പിടിയിൽ നിന്നും, അല്ലെങ്കിൽ മദ്യപാനത്തിൻ്റെ പിടിയിൽ നിന്നും ദൈവം നിങ്ങളെ പൂർണ്ണമായിട്ട് പിടിക്കും. നിങ്ങളെ മക്കളെ ദൈവം വിടിവിക്കും. ഇന്ന് അനേകം മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ മദ്യപാന നിമിത്തം, കുഞ്ഞുങ്ങളുടെ ലഹരി ഉപയോഗം നിമിത്തം വളരെ തകർന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, യേശുവിനോട് പ്രാർത്ഥിക്കുക, യേശുവിൻ്റെ കാര്യങ്ങളിൽ നിങ്ങളെ മക്കളെ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. യേശു നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. യേശുവിൻ സ്നേഹം